ശബരിമലയിൽ ഭക്തജന പ്രവാഹം തുടരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നതിന് ശേഷം ആദ്യ ദിനത്തിൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ശബരിമല നട തുറന്നതിന് ശേഷം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറന്നത്. അതിനുശേഷം 32,751 അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടിയിരിക്കുന്നത്. ഇന്നും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് വെർച്വൽ ക്യൂ ഒക്കെ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ 80,000-ഓളമാണ് ഇന്നത്തെ ബുക്കിംഗ് വരുന്നത്. വരും ദിവസങ്ങളിലും ഈ 80,000 എന്ന രീതിയിൽ തന്നെ, അതായത് പൂർണ്ണമായി തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഫില്ലാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ സ്പോട്ട് ബുക്കിംഗ് കൂടി വരുമ്പോൾ ഈ ഭക്തജന തിരക്ക് അത് 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെ, അതായത് ഓരോ ദിവസവും 1 ലക്ഷത്തിനടുത്താണ് ഭക്തജനങ്ങളുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നിലവിലിപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസും വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് മണ്ഡലപൂജയുടെ സമയത്ത് തിരക്ക് വർദ്ധിക്കുകയും പിന്നീട് പോലീസും ദേവസ്വം ബോർഡൊക്കെ വലിയ പഴി കേൾക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ദേവസ്വം മന്ത്രി സന്നിധാനം സന്ദർശിക്കുകയും അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാം പരിഹരിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. മകരവിളക്കിനായിട്ട് ശബരിമല തുറക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പരാതി കേൾക്കാനായിട്ട് ഇടവരില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു ദേവസ്വം മന്ത്രി തന്നിരുന്നത്. എന്നാൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും തന്നെ സജീവമായിട്ടില്ല. അതായത് തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോഴും കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും 18-ാം പടിയിലടക്കം വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലേക്ക് കൂടി എത്തുമ്പോൾ ഈ അയ്യപ്പന്മാരുടെ തിരക്ക് വർദ്ധിക്കും. 15-ാം തീയതിയാണ് മകരവിളക്ക്. മകരവിളക്കിനോട് അടുത്തുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഭക്തജന തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സന്നിധാനത്തു നിന്നും കിരൺ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.